പറഞ്ഞ പോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വലിയ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഏരിയയാണ് എന്ന് നമുക്ക് മനസ്സിലായി. $1 ബില്യൺ വലിയ ബിസിനസ് പ്രതീക്ഷിക്കുന്ന ആ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രോഗ്രാമൊക്കെ തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പരമ്പരാഗതമായി തന്നെ വലിയ സാധ്യതയുള്ള ഒരു മേഖല എന്നുള്ള നിലയിൽ ടെക്സ്റ്റൈൽസ് അതിൻ്റെ ഒരു ഗുണം മുഴുവൻ നമുക്കും കിട്ടേണ്ടതുണ്ട്. അങ്ങനെ ഈ കാലത്ത് ഈ മേഖല നേരിടുന്ന ഉദാഹരണമായി സ്പിന്നിങ് മില്ല്, അതുപോലെ തന്നെ മറ്റ് ഹാൻഡ്ലൂം, അതുപോലെ എല്ലാ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെക്ടറും എല്ലാ ഏരിയ അതൊക്കെ വ്യവസായങ്ങളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കാര്യമായി പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് തന്നെയാണ്. ഇതാണ് പ്രശ്നങ്ങൾ, എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്. കേൾക്കാരിവിടെ അത് സംബന്ധിച്ച് റെസ്പോൺസിബിളായ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. പുതിയ ഗവൺമെൻറ് തീർച്ചയായും വലിയ ഊന്നൽ കൊടുക്കാൻ പോകുന്ന ഒരു മേഖല തന്നെയാണ് ടെക്സ്റ്റൈൽ മേഖല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആർക്കും അവഗണിക്കാൻ കഴിയാത്ത അത്ര പരമ്പരാഗതമായി തന്നെ നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്. അതിൻ്റെ പുറമെ അത്ര അധികം ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. ഒരുപാട് ആളുകൾക്ക് ജീവിതാവസരം കൊടുക്കുന്ന, തൊഴിൽ കൊടുക്കുന്ന നമുക്കറിയാം. എന്നാൽ കാലികമായി എനിക്ക് നല്ലപോലെ അറിയാം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന സ്ഥിതിയും ടെക്സ്റ്റൈൽ മേഖലക്ക് ഉണ്ട് എന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ടായി എന്നല്ലാതെ ഓരോ യൂണിറ്റ് തലത്തിലും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടോടു കൂടി സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് എല്ലാവിധ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഇവിടെയുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പ് കൊടുക്കാം, കേരളം ഒരു നല്ല ഈ കാര്യത്തിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും. അതിനു വേണ്ടി എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. I was assuring that you will have, from our side, we will try our level best to perform in this sector and to meet the expectations of Government of India. Anyway, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് അതിൻ്റെ സമ്മർദ്ദം കിട്ടിയതിന് ശേഷം ഗവൺമെൻറ് തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി.